ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ സൊല്യൂഷൻ്റെ ചാപ്റ്ററിൻ്റെ എക്സാം എന്നറിയാം. അപ്പോൾ അത് കാരണമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവർക്കും പൗലോമോഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം കൂടി നേരത്തെ ഇടാൻ വേണ്ടി തുടങ്ങണമായിരുന്നു, ഒട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. എന്തായാലും സിമ്പിളായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എളുപ്പമാക്കി കാണിച്ചു തരാം. ഇതൊരു പ്രോബ്ലമാണ്. ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് 0.1 മൊളാരിറ്റി തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് സൊല്യൂഷനാണ്. അതിൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. പിന്നെ 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു വിവരമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം, അതാണ് നമുക്കറിയേണ്ടത്. പഠിച്ച ആളുകൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അത് സ്വാഭാവികം. അങ്ങനെയല്ല, നമുക്ക് സാധാരണ ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധാരണ ലോജിക്കൊക്കെ ഉപയോഗിച്ച് ഇതെങ്ങനെ ഓർത്തിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം, അതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ഇനി ഇക്വേഷൻ പോലും അറിയത്തില്ല. ഇത് π=CRT എന്നുള്ള ഇക്വേഷൻ പോലും അറിയത്തില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിതൊക്കെ എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമുക്കറിയാവുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുക. PV = nRT എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. PV = nRT. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, V എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ഈ വിനെ എടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കുക. V ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, തൊട്ടപ്പുറത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഡിവിഷൻ വരും. അപ്പോൾ നമുക്കിവിടെ എന്തായി, നമ്പർ ഓഫ് മോൾസ് n/V ആയി. n/V n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, V എന്ന് പറഞ്ഞാൽ വോളിയം. ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കി. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അതെന്താണ്? അത് മൊളാലിറ്റിയാണ്. അതാണ് ഇവിടെ ക്യാപിറ്റൽ M എന്ന് എഴുതിയത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതൊരു കോൺസെൻട്രേഷൻ്റെ ടൈമാണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ V എന്ന് വോളിയം എന്ന് പറഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ്റെ ടൈമാണ്. അപ്പോൾ മൊളാലിറ്റി അതൊക്കെ നിങ്ങൾ പഠിച്ച സമയത്ത്, മൊളാരിറ്റിയും ലിറ്റിയൊക്കെ പഠിച്ച സമയത്ത് അതിൻ്റെ ഹെഡിങ് എന്നായിരുന്നു ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൻ്റെ താഴെ കുറേ സബ് ഹെഡിങ്ങുകളുണ്ടായിരുന്നു. പാർട്സ് പെർ മില്യൺ, മൊളാരിറ്റി, അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചായിരുന്നു. അതിൻ്റെ ഉള്ളൊരെണ്ണമാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്നാണ് എഴുതി കൊടുക്കുക. അപ്പോൾ n/Vക്ക് വരെ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കും? കോൺസെൻട്രേഷൻ C എന്ന് എഴുതി കൊടുക്കും. പിന്നെ RD ഉണ്ട്. ഓക്കെ, സിയും RT. പിന്നെ പ്രഷറിന് അവരെന്തെന്ന് എഴുതി? പൈ. അപ്പോൾ π = CRT. ഈ ഓസ്മോട്ടിക് പ്രഷറിനെയാണ് അവർ പൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ PV = nRTക്കകത്ത് V ഇപ്പുറത്ത് പോയി. V ഇപ്പുറത്തേക്ക് പോയാൽ എന്താവും? n/V, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ കോൺസെൻട്രേഷൻ എഴുതി π = CRT. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ശ്രദ്ധിച്ച് നോക്കുക. ഇനി സിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷനാണ്. ഓൾറെഡി ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇതാ 0.1 m എന്ന് പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അത് നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് പറയാൻ കാരണം, ഇത് ഡിഗ്രി സെൽഷ്യസാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, കെൽവിനിലേക്ക് മാറ്റണം. പിന്നെ അടുത്തത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ആറിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് എടുത്ത് എഴുതുക, മാർക്ക് കിട്ടി, പരിപാടി കഴിഞ്ഞു. അപ്പോൾ സിയുടെ വാല്യൂ എത്ര കൊടുക്കും? സിയുടെ വാല്യൂ 0.1. പിന്നെ ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.082. പക്ഷേ ഇത് കാണാപ്പാടം പഠിച്ചിട്ട് പോകുന്നതാണ് നല്ല കേട്ടോ. പിന്നെ ടിയുടെ വാല്യൂ 27 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 = 300 കെൽവിൻ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറായി. പക്ഷേ യൂണിറ്റ് നിങ്ങൾ എന്തെഴുതണം? അതറിയണമെങ്കിൽ പക്ഷേ നല്ല ലോജിക്കൊക്കെ വേണം. ഈ സാധനം എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് 8.314 എടുക്കും, ഇവിടെ 0.08 ആണ് എടുത്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ പ്രഷറിൻ്റെ യൂണിറ്റ് എഴുതാൻ പറ്റുള്ളൂ. ബാക്കി ഇത്രയും കാര്യം ഏത് മണ്ടരം ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ബുക്കിൽ ടീച്ചർ എഴുതി തന്ന ATM എന്നുള്ള ആ യൂണിറ്റ് തന്നെ ഇവിടെ എഴുതി വെച്ചോ. എന്തായാലും നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും. അപ്പം അതൊക്കെ പഠിക്കണമെങ്കിൽ ബേസൊക്കെ പഠിക്കണമെങ്കിൽ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ.